ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മളിവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ്. കാരണം കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഒട്ടും തന്നെ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യമായിട്ട് കാര്യം എന്ന് പറയുന്നത് ഒരു ഇമെയിൽ ഐ ഡി ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഇമെയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങളിപ്പോൾ ഓൾറെഡി ഇമെയിൽ ഐ ഡി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ഇമെയിൽ ഐ ഡി വെച്ചൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് പോപ്പുലറായി വന്ന സമയത്ത് നമുക്കിപ്പോൾ ആ ഒരു ചാനൽ നമ്മൾ മറ്റേതെങ്കിലും സ്മാർട്ട് ഫോണിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടൊക്കെ മാറ്റേണ്ട സമയത്ത് നമുക്ക് ഇമെയിൽ ഐ ഡിയും അതിന്റെ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടുപോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഉള്ള ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ നിങ്ങളൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഇനി എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് റൈറ്റ് സൈഡിൽ നമ്മുടെ ചാനലിൽ ലോഗോ കാണുവാൻ സാധിക്കും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഇമെയിൽ ഐ ഡിയുടെ ലോഗോ കാണുവാൻ സാധിക്കും. അതേ ക്ലിക്ക് ചെയ്യാം. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ ആദ്യം തന്നെ യുവർ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിവിടെ കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് VTVC വ്ളോഗ് എന്നുള്ള പേരാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്ന പേര് ഏതാണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ താഴെയുള്ള ക്രിയേറ്റ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അതേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ നമുക്കിവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് ഹോം, വീഡിയോസ്, പ്ലേലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ചാനൽസ്, പിന്നെ ബൗട്ട്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചാനൽ വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചാനലിലുള്ള പല ഫീച്ചേഴ്സും അല്ലെങ്കിൽ പല ഫങ്ഷൻസും നമുക്ക് ഇനേബിൾ ചെയ്ത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഓൺ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്തിരിക്കണം. ചാനൽ വെരിഫൈ ചെയ്യുക എന്നുള്ളത് പാടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചാനൽ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ബ്രൗസർ ഏതെങ്കിലും ഒരു ബ്രൗസറിനകത്ത് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ബ്രൗസറിനകത്ത് എൻ്റെ യൂട്യൂബ് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലാകുമ്പോൾ നമുക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൈറ്റ് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റായാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറോ ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ലോഗിൻ ചെയ്ത് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് സൈറ്റായിട്ട് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗോ കാണുവാൻ സാധിക്കും. അതായത് റൈറ്റ് സൈഡിലായിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ചാനലിൽ ലോഗോ കാണാൻ സാധിക്കും. അതേ ക്ലിക്ക് ചെയ്യുക. അവിടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതെല്ലാം ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഈ കസ്റ്റമൈസ് ചാനലിനും അതോടൊപ്പം തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നും കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ് ചാനൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ലോഗോയും ആർട്ടും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ചാനൽ വെരിഫൈ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുവാൻ സാധിക്കും. അതേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു വിൻഡോയിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും.
അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേരും അതോടൊപ്പം തന്നെ ചാനലിൻ്റെ ലോഗോയും കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തൊട്ട് താഴെയായിട്ട് 3 ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അതിനകത്ത് ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് കിടക്കുന്ന ഒരു ബ്ലൂ കളറിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യാം. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ സ്റ്റാറ്റസിലോട്ടാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ, അങ്ങനെ നമ്മുടെ ചാനലിൽ എടുത്ത് നിൽക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ചാനൽ ലോഗോയുടെ അടുത്ത് വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്യുന്നതായിട്ട് ആ മുകളിലെ വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു വിൻഡോയ്ക്കകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്യാനാണ്. നമ്മളിപ്പോൾ ഇന്ത്യക്കാരനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇന്ത്യ എന്ന് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ്, അതായത് നമ്മൾ ഇതിനകത്ത് വെരിഫൈ ചെയ്യുന്ന നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ നമുക്ക് വെരിഫിക്കേഷൻ കോഡ് വരും. ആ ഒരു കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോഡ് നമുക്ക് മെസ്സേജ് ആയിട്ടാണോ അല്ലെങ്കിൽ കോൾ ആയിട്ടാണോ വരേണ്ടതെന്ന് ഇവിടെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വരേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഏതാണോ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ നൽകിയിട്ടുണ്ട്. ആ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണിലോട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. അങ്ങനെ വെരിഫിക്കേഷൻ കോഡ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആ ഒരു വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഡയറക്റ്റ് ആയിട്ടോ നിങ്ങളുടെ ആ ഒരു ബോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ചാനൽ വെരിഫൈ ആയെന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മുമ്പ് എടുത്ത സ്റ്റാറ്റസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബാർ ഉണ്ടല്ലോ, ആ ഒരു വിൻഡോ, ആ ഒരു വിൻഡോയ്ക്ക് അത് പോയിട്ട് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗോയ്ക്കടുത്ത് ഒരു വെരിഫൈ എന്ന് പറയുന്ന ടിക്ക് മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വെരിഫൈ ചെയ്തെന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ മികച്ച രീതിയിലുള്ള ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പ്രയോജനപ്രദമായ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.